വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്ക് ലവർ ഒരാക്കിൾ വെച്ചിട്ട് നമുക്കൊരു മെസ്സേജ് നോക്കാം. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് കിട്ടാൻ പോകുന്നത് നോക്കാം. നമുക്ക് ഐ ആം സ്റ്റക്ക് ഇൻ വിഷൻസ് ഓഫ് അസ് ടുഗദർ. നമ്മൾ ഒരുമിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള എൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ വീക്ഷണം, ഞാൻ അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്കിതിൽ നിന്ന് അങ്ങോട്ട് മാറാൻ കഴിയുന്നില്ല. ഏത് സമയവും നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. ഇത് അങ്ങോട്ട് എനിക്ക് മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് കാണിക്കുന്നു. വിൽ ദിസ് എവർ ചേഞ്ച്? ഇതിന് എപ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ നമ്മളുടെ ലൈഫിൽ? എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ? കാരണം വെച്ചാൽ ഇത് കുറച്ച് കൂടുതലാണല്ലേ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾ ടു മച്ച്. ഇത് വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ബന്ധങ്ങൾ ആണെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ സ്റ്റക്കാകാതെ നോക്കുക. അതിന് പകരം നമ്മളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അതായത് നമ്മുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്നത് സെൽഫ് ലവ് തന്നെയാണ്. എന്താണ് ഈ സെൽഫ് ലവ്? അവനവൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. നമ്മളുടെ ബോഡി മാത്രമല്ല, മനസ്സ്, നമ്മുടെ ചിന്തകൾ, പറയുന്നത് ചിന്തകൾ, വാക്ക്, നമ്മളുടെ പ്രവൃത്തി, ഇതൊക്കെ നന്നായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതെല്ലാം ഒരേ വ്യൂവിലൂടെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ കുടുങ്ങി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ലൈഫിലെ പല കാര്യങ്ങളും സ്റ്റക്കാവും. നമ്മളുടെ കർമ്മം സ്റ്റക്കാവും. നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് കിടക്കണം. അതിന് നമ്മളുടെ ഒരു റൊട്ടീൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ആ റൊട്ടീൻ കൃത്യമായി പാലിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു, നമ്മളിതിനകത്തേക്ക് കുടുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കട്ടലിൽ തന്നെ കിടക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റുക. ഓക്കെ, ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ സ്റ്റക്കാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഒന്ന് പിന്തിരിഞ്ഞ് നിൽക്കേണ്ടി വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ ശുഭമാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.